പാർട്ടി മുകേഷിന്റെ വഴി. എം മുകേഷ് MLA-ക്കെതിരായ ലൈംഗികാരോപണങ്ങളും രാജ്യാവശ്യവും ചർച്ച ചെയ്യാതെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നാളെ സംസ്ഥാന കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ തീരുമാനം. മുകേഷിന്റെ വിശദീകരണവും സംസ്ഥാന സമിതി കേൾക്കും. CPI ഉൾപ്പെടെ മുന്നണിയിലെ ഘടകകക്ഷികൾ മുകേഷിനെതിരെ പരസ്യ നിലപാടെടുക്കുന്നത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഘടകകക്ഷികളും CPIM കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതാ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നു ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ സംഘടനാ വിഷയങ്ങളും സമ്മേളനവുമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചാ വിഷയമായത്. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം വിഷയം ചർച്ച ചെയ്യട്ടെ എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കേൾക്കും. മുകേഷിന് പറയാനുള്ളത് കൂടി പരിഗണിച്ചാകും സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുക. ആരോപണത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് മുകേഷിനെതിരെ ഉണ്ടായത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കൊല്ലത്ത് നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടാൽ നേതൃത്വം ഇത് ഗൗരവമായി പരിഗണിക്കും. തനിക്കെതിരെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നടക്കുന്നതെന്ന വാദമാകും മുകേഷ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. ഘടകകക്ഷികളിൽ നിന്നും പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമുയർന്ന സാഹചര്യത്തിൽ നാളത്തെ സംസ്ഥാന സമിതി യോഗം നിർണായകമാകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? പുറത്ത് പാർട്ടിക്കകത്തും പുറത്തും മുന്നണിക്കകത്തും പുറത്തും ഒക്കെ വലിയ ചർച്ചയാകുന്നു. ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിലെ വനിതാ നേതാക്കൾ ഒന്നാകെ മുകേഷിന്റെ രാജിയാണ് ഉചിതമെന്ന അഭിപ്രായം പരസ്യമായി പറയുന്നു. അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ വിഷയം ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, മുകേഷിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടേയില്ല. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും നടന്ന 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. രാവിലെ മുതൽ തന്നെ സംഘടനാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ സമ്മേളനവുമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ചാ വിഷയമായത്. ബ്രാഞ്ച് സമ്മേളനം തുടങ്ങാൻ പോകുന്നു. സ്വാഭാവികമായും ഇതിനു വേണ്ട ഒരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ സംഘടനാപരമായ നടപടികൾ പാടില്ല. കുറേ കാര്യങ്ങളിൽ സംഘടനാപരമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തത്. മുകേഷുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഒരു ധാരണയിലെത്തിയിരുന്നു. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ ധാരണ. പക്ഷേ ഇന്ന് സ്ഥിതി വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം ഘടകകക്ഷികൾ, അത് CPI ആയാലും NCPയും ഒക്കെ വളരെ ശക്തമായി തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ CPIM കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതാ നേതാക്കളടക്കം ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവരുടെ നിലപാടും പരസ്യമാക്കി. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത് ചർച്ച ചെയ്യുമെന്നായിരുന്നു സൂചന. പക്ഷേ അതിലേക്കൊന്നും കടക്കാതെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സമാപിച്ചു. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട്. സ്വാഭാവികമായും കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ കൂടി പങ്കെടുത്ത് അവരുടെ കൂടി ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താം. കാരണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോൾ വളരെ രൂക്ഷമായ ആരോപണങ്ങളും വിമർശനങ്ങളും മുകേഷിനെതിരെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഈ ഒരു വികാരം തന്നെയാണോ ഇപ്പോഴും കൊല്ലം ജില്ലാ കമ്മിറ്റിയുടേതും അവിടെ നിന്നുള്ള CPIM സംസ്ഥാന സമിതി അംഗങ്ങളുടേതും എന്നറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം ഇക്കാര്യത്തിൽ നിർണായകവുമാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ പാർട്ടി അത് വളരെ ഗൗരവമായി തന്നെ എടുക്കും. അതോടൊപ്പം തന്നെ മുകേഷിൻ്റെ വാദം കൂടി പാർട്ടി പരിഗണിക്കും. കാരണം മുകേഷ് പറയുന്നത് തന്നെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാക്കുകയാണ് എന്നുള്ള ഒരു വാദമാണ് മുകേഷ് മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില തെളിവുകൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൂടി പരിഗണിച്ചാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയിലൊക്കെ ഒരു MLA, അതും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു
ഒരു MLA ഉൾപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏതു തരത്തിലുള്ള നടപടി എടുക്കണം എന്നത് സംബന്ധിച്ച പാർട്ടിയിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ പാർട്ടി എടുത്ത ചില നിലപാടുകളുണ്ട്. അത് കേന്ദ്ര നേതൃത്വമാണെങ്കിലും മറ്റുള്ളിടത്തെ സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ എടുത്ത ചില കർശനമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിലേക്ക് പോകണം എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഏതായാലും നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം ഇക്കാര്യത്തിൽ നിർണായകവുമാണ്. വിജയകുമാർ. യെസ്, നാളെ മുതൽ തുടങ്ങുന്ന CPM സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ചർച്ചയാകും. കൊല്ലത്തു നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ CPM കേൾക്കും. ഒപ്പം മുകേഷിന് പറയാനുള്ളത് എന്താണ് എന്നുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മുകേഷിന് മേൽ രാജി സമ്മർദ്ദമുണ്ട്, പാർട്ടിക്ക് മേലുമുണ്ട് മുകേഷിൻ്റെ രാജി ചോദിക്കണമെന്നത്. അപ്പോൾ നാളെ എന്തായിരിക്കും CPMൻ്റെ തീരുമാനമെന്നത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിരിക്കും അതിൽ അന്തിമമായി പുറത്തു വരിക. ചർച്ച ഉണ്ടാകും സംസ്ഥാന സമിതിയിലെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടു.